തിരുവനന്തപുരം വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന കേന്ദ്രമാണ്. അവിടെ ശക്തരായ സ്ഥാനാർത്ഥികൾ, അവിടെ NDA സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ കൂടി വന്നപ്പോൾ എങ്ങനെയാണോ ശശി തരൂരിനെ കോൺഗ്രസ് UDF അവതരിപ്പിക്കുന്നത്, അതിനേക്കാൾ കരുത്തനായ ഒരു എതിരാളിയെ തന്നെ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഞെട്ടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ BJP NDA സഖ്യം ചെയ്തത്. കൃത്യമായ ഒരു വികസന രൂപരേഖയോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. കാരണം ഓരോ നടപ്പിലാക്കേണ്ട വികസനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ആ വികസന രൂപരേഖ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ടിൻഡു ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 15 വർഷം MP ആയിരുന്ന ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ഇടത് നേതാക്കളെ കൊണ്ട് വികസനം സാധ്യമാകുമോ? ഇതിന് ബദലായിട്ടുള്ള മറുപടിയാണോ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ? ഇനി കാര്യം നടക്കും. ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. കഴക്കൂട്ടം മുതൽ പാറശാല വരെയുള്ള തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം, കഴക്കൂട്ടം IT ഹബ് എന്ന ഹൃദയഭാഗം. രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ ആദ്യ ആശയം ഇതാണ്: ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിംഗ് പാർക്ക്. കഴക്കൂട്ടത്തെയും പാറശാലയും പരസ്പരം ബന്ധപ്പെടുത്തിയ ഒരു ഡിജിറ്റൽ ഹബ്ബ്. സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുക്കാനുള്ള നടപടികൾക്ക് സഹകരിക്കണമെന്ന നിബന്ധന മാത്രം. ഈ റീജിയൻ നെയ്യാറ്റിൻകര, പാറശാല, കോലം എൻ്റെ നമ്പർ 1 ഐഡിയ ആണ്. കഴക്കൂട്ടം അവിടെയുള്ള ഒരു ടെക്നോ പാർക്ക് മാതിരി ഇവിടെ ഒരു ടെക്നോ ആൻഡ് മാനുഫാക്ചറിങ്, ഡിജിറ്റൽ ടെക്നോ പാർക്ക് ആൻഡ് മാനുഫാക്ചറിങ്, ഇവിടെ ഒരു ലാർജ് ഒരു ഫെസിലിറ്റി ഇവിടെ കൊണ്ടുവരും. തീരദേശ ജനത ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായൊരു വികസന ആശയമാണ് ഇനി മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തത് ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്ററിന്റെ വിഷൻ. ഫിഷിംഗ് കോഓപ്പറേറ്റീവ്, ഫിഷിംഗ് പ്രോസസിംഗ്, മദർഷിപ്പ്, ട്രോളർ, ആ ഒരു ഈക്കോ സിസ്റ്റം, ഒരു കോഓപ്പറേറ്റീവ് അതിവിടെ കൊണ്ടുവരാൻ ഒരു താല്പര്യമുണ്ട്. അതിലൊരു വിഷൻ. ബ്ലൂ എക്കോണമി, മത്സ്യ ഉൽപാദന വിപണന രംഗത്തെ സമഗ്രമായ വികസനം, മത്സ്യബന്ധന ഉൽപാദന മേഖലയിലെ നിക്ഷേപങ്ങൾ, വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെ തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യത്തിനും ആത്മീയതയ്ക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ്. വിനോദസഞ്ചാരവും ആത്മീയതയും ആരോഗ്യവും ഒരുപോലെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. മൂന്നാമത് ടൂറിസം, ഹെൽത്ത്, വെൽനസ് ടൂറിസം. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ഗ്രോയിങ് ഒരു സെഗ്മെന്റ് ടൂറിസത്തിൽ ഉണ്ടെങ്കിൽ അത് ഹെൽത്ത് ടൂറിസമാണ്. ഹെൽത്തും ഒരു വേറൊരു കോമ്പണന്റ് സ്പിരിച്വൽ ടൂറിസം, അതൊരു വെൽനസ് എന്ന് പറയുന്നത്. പീസ് ഓഫ് മൈൻഡ്, യോഗ. അത് ഫോറിൻ ടൂറിസം ഇങ്ങോട്ട് വരുന്നില്ല. അവരെല്ലാം പോകുന്നത് ശ്രീലങ്കയും ബാലിയിലേക്കാണ് പോകുന്നത്. അത് ഇവിടെ ഒരു ഹബ്ബാക്കി കൊണ്ടുവരണം. വിനോദസഞ്ചാരം, ആരോഗ്യം, ആത്മീയത. ആത്മീയ സാന്ത്വനങ്ങൾക്കും ആരോഗ്യം സംതൃപ്തിയായി നിലനിർത്തുക എന്നതിലും വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മാലിദ്വീപ് പോലുള്ള രാജ്യങ്ങളെയാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര ആത്മീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ്
രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. നാലാമത്തത് സ്പോർട്സ്. 2036 നമ്മൾ ഇന്ത്യ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നു. 2026 12 കൊല്ലം, 10 കൊല്ലം, 11 കൊല്ലം. ആ ഒളിമ്പിക്സിന്റെ മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കുട്ടികൾ ഫുട്ബോൾ, അത്ലറ്റിക്സ്, അതിനു വേണ്ടി ഒരു അക്കാഡമി, ഇൻഫ്രാസ്ട്രക്ചർ, പെർഫോമൻസ്, സ്പോർട്സ് പെർഫോമൻസ് അക്കാഡമി എല്ലാം ഇവിടെ കൊണ്ടുവരുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു വിഷനുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി കാര്യം നടക്കും. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വയ്ക്കുന്ന വികസന ആശയങ്ങൾ ഇതൊക്കെയാണ്. ചിലതൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നൊരു കാര്യം, എയിംസ് തിരുവനന്തപുരത്ത് തന്നെ കൊണ്ടുവരും. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ വേണം. ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.